ഹായ് ഫ്രണ്ട്സ്, ആമസോൺ പ്രൈമിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് വെബ് സീരീസ് ആണ് പഞ്ചായത്തിന്റെ സീസൺ 3 ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഹിന്ദി സീരീസ് പ്രേമികൾ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു സീസണാണ് പഞ്ചായത്തിന്റെ സീസൺ 3. പഞ്ചായത്തിന്റെ ഒരു സീസണും കാണാത്തവർക്കായി ഞാൻ ഇതിന്റെ ത്രെഡ് ജസ്റ്റ് ഒന്ന് പറയാം. അഭിഷേക് ത്രിപാഠി എന്ന ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി, അദ്ദേഹത്തിന് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും കിട്ടിയില്ല. അതിനുശേഷം എക്സാം എഴുതി പഞ്ചായത്ത് സെക്രട്ടറി ജോബ് ലഭിക്കുന്നു. ഉത്തർപ്രദേശിലാണ് കഥ നടക്കുന്നത്. ഒരു ഫിക്ഷണൽ വില്ലേജ് ഫുലേര, ആ പഞ്ചായത്തിലേക്കാണ് അഭിഷേക് ത്രിപാഠിക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ചാലഞ്ചസ്, അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടുത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പഞ്ചായത്ത് എന്ന സീരീസിനുള്ളത്. ഒന്നാമത്തെ സീസണിൽ അഭിഷേക് ത്രിപാഠിയുടെ വെല്ലുവിളികൾ കാണിക്കുന്നു. രണ്ടാമത്തെ സീസണിൽ വില്ലേജ് പൊളിറ്റിക്സ്, പിന്നെ അഭിഷേക് ത്രിപാഠി കാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ സീസണിൽ കൂടുതൽ വില്ലേജ് പൊളിറ്റിക്സ്, പിന്നെ അഭിഷേക് ത്രിപാഠിയുടെ റൊമാൻസ്, അങ്ങനെ കുറച്ചുകൂടി കഥ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ അണിയറക്കാർ. ആദ്യം തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ച് പറയാം. TVF ദി വൈറൽ ഫീവർ 2019 പുറത്തിറങ്ങിയ വെബ് സീരീസ് കോട്ട ഫാക്ടറി നെറ്റ്ഫ്ലിക്സ്, 2019 തന്നെ പുറത്തിറങ്ങിയ ഗുള്ളക് എന്ന വെബ് സീരീസ് സോണി ലീവ്, 2020 പുറത്തിറങ്ങിയ പഞ്ചായത്ത്, ഈ 3 സീരീസാണ് TVFന്റെ ഏറ്റവും മികച്ച സീരീസുകളായി അറിയപ്പെടുന്നത്. TVFലെ തന്നെ ഒരംഗമായ ദീപക് കുമാർ മിശ്രയാണ് പഞ്ചായത്തിന്റെ ഡയറക്ടർ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല സിനിമക്ക് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിന് മേലെ നിൽക്കുന്ന സെക്കൻഡ് പാർട്ട് വരണം, അല്ലെങ്കിൽ പ്രേക്ഷകർ നിരാശരാകും. അതുപോലെ നല്ല സീരീസിന് സീസൺ 2 സീസൺ 3 ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് സീസണിന് മേലെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മുമ്പത്തെ സീസണിന് മേലെ നിൽക്കുന്ന സീസൺ ആയിരിക്കണം. ഇവിടെ പഞ്ചായത്തിന്റെ സീസൺ 2ഉം സീസൺ 3 ഒക്കെ അത് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 90s മോഹൻലാലിനോട് യുവാക്കൾക്ക് ഇത്രയും അടുപ്പമുണ്ടാകാനുള്ള കാരണം അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ റിലേറ്റബിലിറ്റിയാണ്. പഞ്ചായത്ത് എന്ന സീരീസിലും ഈ സംഭവം വർക്കൗട്ട് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ ലീഡ് കഥാപാത്രം അഭിഷേക് ത്രിപാഠി, ജിതേന്ദ്രകുമാർ എന്ന നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു കാലത്തെ യുവാക്കൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. സീസൺ 1 നിന്ന് സീസൺ 3 എത്തുമ്പോൾ ഈ അഭിഷേക് ത്രിപാഠി എന്ന കഥാപാത്രത്തിന്റെ ഡെവലപ്മെന്റും ജിതേന്ദ്രകുമാർ എന്നുള്ള ആക്ടറുടെ ആ ഒരു ഇംപ്രൂവ്മെന്റും നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൽ റൊമാൻസ് സീന് കഴിഞ്ഞ 2 സീസണുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. ആ റൊമാൻസ് സീനുകളിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഇംപ്രവൈസേഷൻ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ജിതേന്ദ്രകുമാറിന് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ നടന്മാർക്കും കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെന്റ് നമുക്ക് ഈ സീസൺ 3 കാണാൻ പറ്റും. ഒന്ന്, രഘുബീർ യാദവ്, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് അച്ഛൻ കഥാപാത്രമാണ് അദ്ദേഹം. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാൻജിയായിട്ട് കണക്കാക്കുന്നത്. കാരണം ഫുലേര വനിതാ സംവരണമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാര്യയെ മത്സരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാക്കി. ഒറിജിനൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നീന ഗുപ്ത അവതരിപ്പിക്കുന്ന മഞ്ജു ദേവി എന്ന കഥാപാത്രം, നമുക്കറിയാം വെറ്ററൻ നടിയാണ്. വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ റോളൊക്കെ പുഷ്പം പോലെയാണ്. നാട്ടിൻ പുറത്തുകാരി അമ്മ കഥാപാത്രം, അതേസമയം ആവശ്യമുള്ള സമയത്ത് നല്ല അഭിപ്രായം പറയുന്ന ബോൾഡായ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് നീന ഗുപ്ത എത്തിയിരിക്കുന്നത്. സീസൺ 3 ഏറ്റവും അധികം ക്യാരക്ടർ ഡെവലപ്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഇതിലെ വൈസ് പ്രസിഡന്റ് കഥാപാത്രം പ്രഹ്ലാദ് ഷാ എന്നുള്ള ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഫൈസൽ മാലിക് എന്ന നടനാണ്. അദ്ദേഹം ഈ സീരീസിന്റെ കോ പ്രൊഡ്യൂസർ കൂടിയാണ്. സീസൺ 2 നമ്മൾ കണ്ടു ഒരു ഇമോഷണൽ ഡാമേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറച്ച് സീനുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെ റിക്കവർ ചെയ്യുന്നു, പിന്നെ ഈ ഒരു സീസണിന്റെ ബാക്ക് ബോൺ കൂടി ഫൈസൽ മാലിക് അവതരിപ്പിച്ചിരിക്കുന്ന പ്രഹ്ലാദ് ഷാ എന്നുള്ള കഥാപാത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റ് 2 കഥാപാത്രങ്ങൾ, പഞ്ചായത്ത് ഓഫീസിലെ അസിസ്റ്റന്റ് ചന്ദൻ റോയ് അവതരിപ്പിച്ചിരിക്കുന്ന വികാസ്, വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രം. പിന്നെ ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അവരുടെ ഭർത്താവിന്റെയും മകൾ റിങ്കി, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലവ് ഇൻട്രസ്റ്റ്, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൻവിക എന്നുള്ള നടിയാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറികളിലൊക്കെ ഒരു പ്രതിവർഷ വിഭാഗം ഉണ്ടാവും. ഇവിടെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എടുത്തു പറയേണ്ടത് ഭൂഷൺജി എന്നുള്ള കഥാപാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോഹിയാണ്. ദുർഗേഷ് കുമാർ എന്നുള്ള നടനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കുറെ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടുള്ള കുറെ മീംസ് ഒക്കെ നമുക്ക് ഹിന്ദി ട്രോൾ പേജുകളിൽ കാണാൻ പറ്റും. അത്രയും മികച്ച രീതിയിൽ, നെഗറ്റീവ് റോള് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്ഷേപഹാസ്യമൊക്കെ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിരിക്കുന്നത് ഈ ഒരു നടന്റെ കഥാപാത്രം വെച്ചിട്ടാണ്. പിന്നെ ഹിന്ദി ബെൽറ്റിലെ സാധാരണക്കാരന്റെ പ്രതീകം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമുണ്ട് വിനോദ്.
അദ്ദേഹത്തിൻ്റെ സ്ലാങ് ഒക്കെ വളരെ നല്ല രസത്തിലെടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് സാധാരണക്കാരൻ. ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ മാത്രമൊന്നുമല്ല, ഫുലേര ഗ്രാമപഞ്ചായത്തിൽ കുറേ അധികം കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ സീസൺ 1 കണ്ട കുറച്ച് കഥാപാത്രങ്ങളുടെ റിട്ടേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് ഓരോ ആക്ടേഴ്സും പെർഫോം ചെയ്തിരിക്കുന്നത്. 8 എപ്പിസോഡുകളിൽ സീരീസ് ഭൂരിഭാഗവും ഒരു ആക്ഷേപഹാസ്യ മൂഡിലാണ് പോകുന്നത്. കോമഡിയൊക്കെ എല്ലാ സ്ഥലത്തും വർക്കൗട്ട് ആകുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റൊമാൻസ് ഉണ്ട്, ഇടയ്ക്കൊരു ഡാർക്ക് കോമഡി മോഡിലേക്ക് സീരീസ് പോകുന്നുണ്ട്. അവസാനമാകുമ്പോഴേക്ക് ത്രില്ലറും നാച്ചുറൽ ഫൈറ്റ് സീനുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. പൊതുവെ ഹിന്ദി സിനിമകൾ സീരീസുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സീരീസാണ് പഞ്ചായത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. സീസൺ 1, 2, 3 മൂന്നിലും 8 എപ്പിസോഡുകൾ വീതമാണുള്ളത്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 24 എപ്പിസോഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. സീസൺ 4 എന്തായാലും വരും. അങ്ങനെയുള്ള ഒരു എൻഡിങ്ങിലാണ് സീസൺ 3 നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 5 ഔട്ട് ഓഫ് 5. ഒരു നെഗറ്റീവ് പോലും എൻ്റെ മനസ്സിൽ വരുന്നില്ല. നമ്മൾ ഈ ഒരു ഒഴുക്കിൽ ഈ സീരീസ് കണ്ടുപോവുകയാണ് വേണ്ടത്. അതിൻ്റെ നടുക്ക് ഇത് നെഗറ്റീവ് ആണല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു സ്കോപ്പ് പോലും സീരീസ് തരുന്നില്ല. ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് പഞ്ചായത്ത് സീരീസിനെ കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. ഫിലിംഫെയർ OTT അവാർഡ്സിൽ ഇതിൻ്റെ സീസൺ 1 ബെസ്റ്റ് കോമഡി സീരീസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെസ്റ്റ് ആക്ടർ ഇൻ എ കോമഡി സീരീസ് ജിതേന്ദ്രകുമാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിംഗ് റോൾ ഇൻ എ കോമഡി സീരീസ് രഘുബീർ യാദവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുലേര എന്ന പേരിൽ ഈ പഞ്ചായത്ത് ഫിക്ഷണൽ പഞ്ചായത്താണ് ഉത്തർപ്രദേശിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ സ്ഥലം മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള മഹോദിയ എന്നുള്ള ഒരു ഗ്രാമമാണ്. അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് ഒറിജിനലായിട്ട് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേക്കേഴ്സ് പറഞ്ഞത് ഇവർ ഏകദേശം ഒരു 300 ഗ്രാമങ്ങൾ സന്ദർശിച്ചാണ് ഈ ഒരു മഹോദയ എന്നുള്ള വില്ലേജ് ഫൈനലൈസ് ചെയ്തത്. എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ സീരീസിന്റെ ബഡ്ജറ്റ് 60 കോടിക്കും 80 കോടിക്കും ഇടയിലാണെന്നാണ്. പക്ഷേ ഇതിലെ ആക്ടേഴ്സ് ഇതിനു വേണ്ടി വാങ്ങിയിരിക്കുന്ന സാലറി, ഉദാഹരണത്തിന് ജിതേന്ദ്രകുമാർ ഒരു എപ്പിസോഡിന് 70,000 വെച്ചിട്ട്, അങ്ങനെ 8 എപ്പിസോഡിന് 5,60,000 അദ്ദേഹത്തിന് സാലറി. വളരെ കുറച്ച് സാലറി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നീന ഗുപ്ത ഒരു എപ്പിസോഡിന് 50,000, പിന്നെ രഘുബീർ യാദവ് 40,000, വികാസ് എന്നുള്ള കഥാപാത്രം അഭിനയിച്ച് ചന്ദൻ റോയ് 20,000 പെർ എപ്പിസോഡ്. അങ്ങനെ വളരെ തുച്ഛമായ ശമ്പളം വാങ്ങിയിട്ടാണ് എല്ലാവരും ഈ സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്.